അതായത് അതിമനോഹരമായിട്ടാണ് അതിസമർത്ഥമായിട്ടാണ് വി ഡി സതീശൻ സംസാരിക്കുക. നമുക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടല്ലോ. നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നതിനേക്കാൾ നമുക്ക് ഇക്കാര്യം ബോധ്യപ്പെടുന്ന അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി, കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കമ്മ്യൂണിക്കേറ്റർ എന്ന നിലക്കുള്ള ശേഷി എത്രത്തോളം ബൃഹത്തായതാണ് എന്ന് നമ്മൾ ഓരോ ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബജറ്റ് പ്രസംഗമാണെങ്കിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ബജറ്റ് പ്രസംഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണെങ്കിലും ആ ഷാർപ്പായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. അതുകൊണ്ടാണ് സനീഷേ ഇത്, അതായത് നേരത്തെ ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം എന്തായിരിക്കണം കേരളത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. സാധാരണക്കാരന് കേട്ടാൽ ശരിയാണല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം. അതിനകത്ത് ഞാനത് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ PMCയുമായി ബന്ധപ്പെട്ട് ഇന്നും ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. PMCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ, അദ്ദേഹം ശരിയല്ലാത്ത വസ്തു വീണ്ടും പറയാണ്, ശരിയല്ലാത്ത കാര്യം കഴിഞ്ഞ സർക്കാർ ക്യാൻസൽ ചെയ്തിരുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാണ്. ക്യാൻസൽ ചെയ്തിരുന്നില്ല റദ്ദാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നതാണ് മരവിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പത്രക്കാർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വളരെ ഇതായിട്ട് പറയാം. അപ്പോൾ അദ്ദേഹം എന്നാൽ PMC മരവിപ്പിക്കും ഞങ്ങളെന്നത് അദ്ദേഹത്തെ പ്രഖ്യാപിക്കാൻ പറ്റില്ലേ? അതായത് ശരി, വാദത്തിന് സമ്മതിക്കുന്നു, കഴിഞ്ഞ സർക്കാർ PMC ക്യാൻസൽ ചെയ്തിരുന്നില്ല, അവർ ഒപ്പിട്ടിരുന്നു, ധാരണാപത്രം ഒപ്പിട്ടിട്ട് ധാരണാപത്രം ക്യാൻസൽ ചെയ്തിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, റദ്ദാക്കിയിരുന്നില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഇവർ മരവിപ്പിച്ചിരുന്നു എന്ന്. നമ്മുടെ മുന്നിൽ വസ്തുതയുണ്ടല്ലോ. കേന്ദ്രം ഇപ്പോൾ PMCയുടെ ഡാഷ്ബോർഡ് അവിടെയുണ്ട്. ഡാഷ്ബോർഡിൽ ഒന്നും നമ്മൾ കേരളം എന്തെങ്കിലും ചെയ്തതായിട്ട് കാണാനില്ല. അവിടെ തെളിവായിട്ട് തന്നെ അവിടെയുണ്ട്. കേന്ദ്ര സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനകത്തുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിൽ. അപ്പോഴും ഇദ്ദേഹം പറയുകയാണ്, വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയുകയാണ് അങ്ങനെയല്ല വസ്തുത, കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്നാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ മരവിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പത്രക്കാർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നമ്മളോട് പറയേണ്ടത്, ശരി, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ PMC ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത് മരവിപ്പിച്ചിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കണ്ടല്ലോ. എന്നാൽ ഈ സർക്കാരിന് മരവിപ്പിച്ചാൽ പോരെ, എന്തുകൊണ്ട് നിങ്ങൾ മരവിപ്പിക്കുന്നില്ല എന്തെങ്കിലും അദ്ദേഹം മറുപടി പറയണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിസാമർഥ്യമുള്ള വാക്കുകൾ കൊണ്ട് എല്ലാ കാലത്തും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വി ഡി സതീശന് സാധിക്കില്ല. മുഖ്യമന്ത്രി അദ്ദേഹം ബജറ്റാണെങ്കിലും അതെ, അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളാണെങ്കിലും അതെ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സഹമന്ത്രിമാർ, മറ്റദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള നേതാക്കൾ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ടും സമർത്ഥമായിട്ടും സംസാരിക്കാൻ പറ്റുന്നു എന്നത് ഒരു പരിധി, ഒരു സമയം വരെ അദ്ദേഹത്തെ സഹായിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റിയാലിറ്റി വന്ന് ഞാൻ പറഞ്ഞത്, അതായത് വളരെ ഈസി ആയിട്ട്, അതായത് അദ്ദേഹം പണ്ട് മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ മട്ടിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നികുതി കുടിശ്ശിക 25,000 കോടി വരാനുണ്ട്, അതങ്ങോട്ട് പിരിച്ചെടുക്കുക. അതുപോലെ എന്താണ്, സ്വർണ്ണ മേഖലയിൽ നിന്ന് 15,000 കോടി അധികം പിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്, അതങ്ങോട്ട് പിരിച്ചെടുക്കുക. അതുപോലെ ഈ ഫയലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പിശകുകൾ കാരണം ഒരു 25,000 കോടി പിരിച്ചെടുക്കാൻ നമുക്ക് ലാഭിക്കാൻ കഴിയും, അതിങ്ങ് ലാഭിച്ചെടുക്കുക. അതായത് ഏതോ സിനിമയിൽ പറയത്തില്ലേ, വെള്ളാപ്പം ഇങ്ങനെ ടപ്പേന്ന് ചുട്ടെടുക്കുന്നത് പോലെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന മട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ മട്ടിൽ പരിഹരിക്കാനുള്ള ഒരു മാർഗവും ഇപ്പോഴില്ല. യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രസംഗങ്ങളിലോ പോഡ്കാസ്റ്റുകളിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മട്ടിൽ കാര്യങ്ങൾ പരിഹരിക്കാവുന്ന സാഹചര്യമില്ല. പക്ഷേ അത് കണ്ടെത്താൻ വേണ്ട ഒരു മാർഗം എന്നുള്ളത് സ്വകാര്യ മേഖലയാണെന്ന് കരുതിക്കൊണ്ട് അതിന് വേണ്ട മാർഗങ്ങൾ അദ്ദേഹം ചെയ്തു.